ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മെ സൂക്ഷിച്ചു. ദൈവത്തിന് വലിയ പരിപാലനത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും വളരെ അനുഗ്രഹമായിരുന്നു. തുടർന്നും 2025 ദൈവം ദാനമായി തരുന്നുവെങ്കിൽ ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ, ഒരുമിച്ച് ദൈവകൃപയിൽ മുൻപേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സിയോൻ ബൈബിൾ ക്വിസിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷം ആശംസിക്കുന്നു. പുതിയ വർഷത്തിൽ ദൈവം പുതിയ കൃപകളാലും പുതിയ അനുഗ്രഹങ്ങളാലും ഓരോ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ബൈബിളിൽ നിന്നും ചില ജനറൽ ചോദ്യങ്ങളാണ്. ദൈവവചന പഠനത്തിന് വേണ്ടി ആദ്യ ഭാഗത്ത് നമ്മൾ ചോദ്യം മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു പേപ്പറും പേനയും എടുക്കുക. ആ ചോദ്യത്തിൻ്റെ ഉത്തരം പേപ്പറിൽ ഒന്ന് എഴുതി വയ്ക്കുക. ദൈവവചന പഠനത്തിന് അത് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനമായിട്ട് ഇതിൻ്റെ ചോദ്യവും ഉത്തരവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ ശരിയായി എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് ബ്രദർ റോഷി തോമസ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: 50 അതിലധികമോ അധ്യായങ്ങളുള്ള പുസ്തകങ്ങൾ എത്രയാണ്? അടുത്ത ചോദ്യം: യേശുവിനെ റബ്ബൂനി എന്ന് വിളിച്ച സ്ത്രീ ആരാണ്? അടുത്ത ചോദ്യം: ദാവീദ് ഏറ്റവും ഭയപ്പെട്ടത് ആരെയാണ്? അടുത്ത ചോദ്യം: രുചിയില്ലാത്തത് ഉപ്പ് കൂടാതെ തിന്നാമോ എന്ന ചോദ്യം ചോദിച്ചത് ആരാണ്? അടുത്ത ചോദ്യം: പിതാവ് പേരുമാറ്റിയ മകൻ ആരാണ്? അടുത്ത ചോദ്യം: രാജ്യത്തിൽ മൂന്നാമനായി വാണത് ആരാണ്? അടുത്ത ചോദ്യം: എൻ്റെ ആത്മാവുള്ള പുരുഷനെന്ന് യഹോവ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അടുത്ത ചോദ്യം: എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഏതാണ്? അടുത്ത ചോദ്യം: ഉൽപ്പത്തി എന്ന പദം ഉൽപ്പത്തി പുസ്തകത്തിൽ ഏത് അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? അടുത്ത ചോദ്യം: ദിവസം ഒരു കാളയെയും 6 ആടുകളെയും പാകം ചെയ്തത് ആർക്കു വേണ്ടിയായിരുന്നു? അടുത്ത ചോദ്യം: സേല എന്ന പദം അവസാനമായി രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തനം ഏതാണ്? അടുത്ത ചോദ്യം: പൗലൂസിനെ ഒരു ബാധ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അടുത്ത ചോദ്യം: പ്രവാചകൻ ഭോഷനാണെന്ന് പറഞ്ഞ പ്രവാചകൻ ആരാണ്? അടുത്ത ചോദ്യം: കടലാനയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന പഴയ നിയമ പുസ്തകം ഏതാണ്? അടുത്ത ചോദ്യം: മാന്യനായ ഒരു ദൈവപുരുഷൻ ആരാണ്? അടുത്ത ചോദ്യം: ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞത് ആരാണ്? അടുത്ത ചോദ്യം: ശേമിൻ്റെ ആയുസ് എത്രയാണ്? അടുത്ത ചോദ്യം: 36 അധ്യായങ്ങളുള്ള ബൈബിളിലെ പുസ്തകം ഏതാണ്? അടുത്ത ചോദ്യം: ഒരു വർഷം മാത്രം ഭരിച്ച യഹൂദ രാജാവ് ആരാണ്? അടുത്ത ചോദ്യം: ജയിക്കുന്നവന് സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകുമെന്ന് ഏത് സഭയോടാണ് പറഞ്ഞത്? അടുത്ത ചോദ്യം: വേദപുസ്തകത്തിൽ തമ്പുരാനെ എന്ന് ആരെയാണ് വിളിച്ചത്? അടുത്ത ചോദ്യം: ബാലസിംഹമെന്ന് മോശ വിശേഷിപ്പിച്ചത് ആരെയാണ്? അടുത്ത ചോദ്യം: തേൻ കഴിച്ചപ്പോൾ കണ്ണ് തെളിഞ്ഞത് ആർക്കാണ്? അടുത്ത ചോദ്യം: ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും
നദിയിലിട്ട് കളയണമെന്ന് ഫറവോൻ കൽപ്പിച്ചത് ആരോടാണ്? അടുത്ത ചോദ്യം, പുരുഷന്റെ തേജസ് ആരാണ്? അടുത്ത ചോദ്യം, ഓർക്കണമേ എന്ന് അവസാനിക്കുന്ന പുസ്തകം ഏതാണ്? അടുത്ത ചോദ്യം, വിശ്വാസത്താൽ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണിയത് ആരാണ്? അടുത്ത ചോദ്യം, ഫറവോന്റെ മുമ്പാകെ കൃപയും ജ്ഞാനവും ലഭിച്ചത് ആർക്കാണ്? അടുത്ത ചോദ്യം, ദാവീദ് വിലാപഗീതം പാടിയത് എത്ര പേരുടെ മരണത്തിലാണ്? നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, 50 അതിലധികമോ അധ്യായങ്ങളുള്ള പുസ്തകങ്ങൾ എത്ര എണ്ണമാണ്? ഉത്തരം ഇതാണ്, 4 എണ്ണം. ഉൽപ്പത്തി, സങ്കീർത്തനം, യെശയ്യാവ്, ഇരമ്യാവ്. അടുത്ത ചോദ്യം ഇതായിരുന്നു, യേശുവിനെ റബ്ബൂനി എന്ന് വിളിച്ച സ്ത്രീ ആരാണ്? ഉത്തരം, മഗ്ദലനക്കാരത്തി മറിയ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 16-ാം വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു, ദാവീദ് ഏറ്റവും ഭയപ്പെട്ടത് ആരെയാണ്? ഉത്തരം ഇതാണ്, ആഖീഷ്. 1 ശമൂവേൽ 21-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു, രുചിയില്ലാത്തത് ഉപ്പ് കൂടാതെ തിന്നാമോ എന്ന ചോദ്യം ചോദിച്ചത് ആരാണ്? അതിൻ്റെ ഉത്തരം ഇതാണ്, ഇയ്യോബ്. ഇയ്യോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു, പിതാവ് പേരുമാറ്റിയ മകൻ ആരാണ്? ഉത്തരം, ഗിദയോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 32-ാം വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു, രാജ്യത്തിൽ മൂന്നാമനായി വാണത് ആരാണ്? ഉത്തരം ഇതാണ്, ദാനിയേൽ. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 29-ാം വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു, എൻ്റെ ആത്മാവുള്ള പുരുഷനെന്ന് യഹോവ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഉത്തരം ഇതാണ്, യോശുവ. സംഖ്യാപുസ്തകം 27-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഏതാണ്? ഉത്തരം ഇതാണ്, എബ്രായ ലേഖനം. എബ്രായർ 10:38. അടുത്ത ചോദ്യം ഇതായിരുന്നു, ഉൽപ്പത്തി എന്ന പദം ഉൽപ്പത്തി പുസ്തകത്തിൽ ഏത് അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഇതാണ്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ. ഉൽപ്പത്തി 2:4. അടുത്ത ചോദ്യം ഇതായിരുന്നു, ദിവസം ഒരു കാളയെയും 6 ആടുകളെയും പാകം ചെയ്തത് ആർക്കു വേണ്ടിയാണ്? ഉത്തരം ഇതാണ്, നെഹമ്യാവിന് വേണ്ടി. നെഹമ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം ഇതാണ്, സേല എന്ന പദം അവസാനമായി രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തനം ഏതാണ്? ഉത്തരം ഇതാണ്, 143-ാമത്തെ സങ്കീർത്തനം. സങ്കീർത്തനം 143-6. അടുത്ത ചോദ്യം ഇതായിരുന്നു, പൗലോസിനെ ഒരു ബാധ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഇതാണ്, തെർത്തുലോസ്. അപ്പോസ്തല പ്രവൃത്തി 24:2-5 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പ്രവാചകൻ ഭോഷനാണെന്ന് പറഞ്ഞ പ്രവാചകൻ ആരാണ്? അതിൻ്റെ ഉത്തരം ഇതാണ്, ഹോശേയ. ഹോശേയുടെ പ്രവചനം 9-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം ഇതാണ്, കടലാനയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന പഴയ നിയമ പുസ്തകം ഏതാണ്? ഉത്തരം ഇതാണ്, ഇയ്യോബ്. ഇയ്യോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം ഇതാണ്, മാന്യനായ ഒരു ദൈവപുരുഷൻ ആരാണ്? ഉത്തരം ഇതാണ്, ശമൂവേൽ. 1 ശമൂവേൽ 9:6. അടുത്ത ചോദ്യം ഇതാണ്, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഇതാണ്, യാക്കോബ്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു, ഷേമിൻ്റെ ആയുസ് എത്രയാണ്? ഉത്തരം ഇതാണ്, 600 സംവത്സരം. ഉൽപ്പത്തി പുസ്തകം 11:10-11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം ഇതായിരുന്നു, 36 അധ്യായങ്ങളുള്ള ബൈബിളിലെ പുസ്തകം ഏതാണ്? ഉത്തരം ഇതാണ്, 2 ദിനവൃത്താന്തം.
അടുത്ത ചോദ്യം ഇതായിരുന്നു: ഒരു വർഷം മാത്രം ഭരിച്ച യഹൂദ രാജാവ് ആരാണ്? ഉത്തരം ഇതാണ്: അഹസ്യാവ്. 2 രാജാക്കന്മാർ 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു: ജയിക്കുന്നവന് സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകുമെന്ന് ഏത് സഭയോടാണ് പറഞ്ഞത്? ഉത്തരം ഇതാണ്: ലവോദിക്യ സഭ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യം. അടുത്ത ചോദ്യം ഇതാണ്: വേദപുസ്തകത്തിൽ തമ്പുരാനെ എന്ന് ആരെയാണ് വിളിച്ചത്? ഉത്തരം ഇതാണ്: ശലോമോൻ. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു: ബാലസിംഹം എന്ന് മോശ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഇതാണ്: ദാൻ. ആവർത്തന പുസ്തകം 33-22. അടുത്ത ചോദ്യം ഇതായിരുന്നു: തേൻ കഴിച്ചപ്പോൾ കണ്ണ് തെളിഞ്ഞത് ആർക്കാണ്? ഉത്തരം ഇതാണ്: യോനാഥാൻ. 1 ശമൂവേൽ 14-ാം അധ്യായം 27-ാം വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു: ജനിക്കുന്ന ഏത് കുട്ടിയെയും നദിയിലിട്ട് കളയണമെന്ന് ഫറവോൻ കൽപ്പിച്ചത് ആരോടാണ്? ഉത്തരം ഇതാണ്: സകല ജനത്തോടും. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 22-ാം വാക്യം. അടുത്ത ചോദ്യം ഇതാണ്: പുരുഷന്റെ തേജസ് ആരാണ്? ഉത്തരം ഇതാണ്: സ്ത്രീ. 1 കൊരിന്ത്യർ 11-7. അടുത്ത ചോദ്യം ഇതാണ്: ഓർക്കണമേ എന്ന് അവസാനിക്കുന്ന പുസ്തകം ഏതാണ്? ഉത്തരം: നെഹമ്യാവ്. നെഹമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായം 31-ാം വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു: വിശ്വാസത്താൽ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണിയത് ആരാണ്? ഉത്തരം ഇതാണ്: സാറ. എബ്രായ ലേഖനം 11-ാം അധ്യായം 11-ാം വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു: ഫറവോന്റെ മുൻപാകെ കൃപയും ജ്ഞാനവും ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഇതാണ്: യോസഫിന്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ചോദ്യം ഇതായിരുന്നു: ദാവീദ് വിലാപഗീതം പാടിയത് എത്ര പേരുടെ മരണത്തിലാണ്? ഉത്തരം ഇതാണ്: 3 പേരുടെ. 2 ശമൂവേൽ 1-17, 3-37. ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.